നമസ്കാരം. നമ്മുടെ ലൈഫിൽ നമ്മുടെ ഒത്തിരി ഫങ്ഷൻസിന് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മിനറലിനെയാണ് പരിചയപ്പെടുത്തുന്നത് സിങ്ക്. ഈ സിങ്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സ്കിന്നിൽ ചില പ്രശ്നങ്ങൾ, എക്സിമ പോലുള്ള ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ അമിതമായിട്ട് അനുഭവപ്പെടാറുണ്ട്. ഇനി ഇത് നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം ഫങ്ഷനാണ് ഇത് സിങ്ക് ഹെൽപ്പ് ചെയ്യുന്നത് എന്നറിയണ്ടേ? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ടും ടേസ്റ്റും സ്മെല്ലൊക്കെ അറിയാൻ വേണ്ടിയിട്ടായാലും ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്നതായാലും മുറിവുകൾ ഉണക്കാനും തൈറോയിഡിന്റെ ഫംഗ്ഷനും ഒക്കെ തന്നെ സഹായിക്കുന്നുണ്ട്. ഇത് ആയുർവേദത്തിലും തന്നെ മെറ്റൽ ബേസ്ഡ് പ്രിപ്പറേഷൻസ് പലതും തന്നെ ഉണ്ട് കേട്ടോ. അതിൽ ഭസ്മ രൂപത്തിൽ ഒരുപാടേറെ ആയുർവേദ മരുന്നുകൾ നമ്മൾ ട്രീറ്റ്മെന്റുകളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ആയുർവേദത്തിൽ പറയുന്നുണ്ട് വിശദം തുവരം തിക്തം ശീതലം കഫപിത്തഹൃത് എന്നുള്ളതും ചക്ഷുക്ഷ്യം പരം മേഹാൻ പാണ്ഡു ശ്വാസം ച നശയത് എന്നുള്ളത് ഈ സിങ്കിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്ക് കണ്ണിന് കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനായാലും അതുപോലെ തന്നെ കഫ പിത്ത ദോഷങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയിട്ടായാലും അനീമിയ പ്രമേഹം പ്രശ്നങ്ങൾക്കും ഒക്കെ തന്നെ നമുക്ക് അറിയാം സിങ്ക് കുറഞ്ഞു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത്. സെറീൽസ്, കോണ്, റൈസ് ഇതുപോലുള്ളതിൻ്റെയൊക്കെ തന്നെ ഉപയോഗം അമിതമായി കഴിഞ്ഞാൽ ഇപ്പോഴും ഈ ഒരു സിങ്കിൻ്റെ അബ്സോർപ്ഷൻ ഇത് കുറയ്ക്കുന്നുണ്ട്. അപ്പം സിങ്കിൻ്റെ സപ്ലിമെൻ്റ് എടുക്കുന്നവരാണെങ്കിലും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം എടുക്കാൻ പാടുള്ളൂ കേട്ടോ. സിങ്ക് ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ, സിങ്ക് ശരീരത്തിൽ ഇനി നമ്മൾ ഓവർഡോസിൽ എടുത്തു കഴിഞ്ഞാൽ അത് കോപ്പറിൻ്റെ അളവ് കുറയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ശരീരത്തിന് ആവശ്യമായ മറ്റ് മിനറലുകളും കുറയ്ക്കുന്നത് നമുക്ക് ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ ഒരു 2 mg കോപ്പറൊക്കെ എടുക്കാൻ പറയാറുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും തന്നെ ഏത് സപ്ലിമെൻറ്റ്സ് ആയാലും വാങ്ങി കഴിക്കരുത്. ഓരോരുത്തരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ആവശ്യമായിട്ട് വരുമെങ്കിലേ അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഇതൊന്നും അല്ലാതെ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ ഫുഡിലൂടെ നമുക്ക് ഈ ഒരു സിങ്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അത് പലപ്പോഴും ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ചും അത് നോൺ വെജിറ്റേറിയൻസിൽ വളരെ സുലഭമായിട്ട് കിട്ടും. ഇത് സീ ഫുഡാണെങ്കിലും അല്ലെങ്കിൽ മീറ്റിൽ നിന്നും ഫിഷിൽ നിന്നും അല്ലെങ്കിൽ സീ ഫുഡുകൾ എല്ലാം തന്നെ പ്രത്യേകിച്ചും ഓയിസ്റ്ററിൽ നിന്നൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് സിങ്ക് കിട്ടുന്നത്. പിന്നെ മറ്റുള്ള ഏത് ഫുഡിനെ അപേക്ഷിച്ചും ഇതിൽ നിന്ന് കൂടുതൽ കിട്ടുന്നുണ്ട്. ബീഫിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരു 20% വരെ കിട്ടുന്നുണ്ട്. പിന്നെ മുട്ടയായാലും പാൽ ഉൽപ്പന്നങ്ങളായാലും എല്ലാം തന്നെ ഈ സിങ്ക് അടങ്ങിയിട്ടുള്ളതാണ്. അവക്കേഡോ, ബ്ലൂബെറി, ബ്ലാക്ക് ബെറീസ്, റാസ്ബെറി അല്ലെങ്കിൽ നമ്മുടെ പേരയ്ക്ക പോലുള്ള കാര്യങ്ങൾ, കിവി, ഇതിലൊക്കെ തന്നെ ധാരാളമായിട്ട് ഈ സിങ്ക് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ മാതള നാരങ്ങ, പോമഗ്രാനൈറ്റിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ആപ്രിക്കോട്ട് അല്ലെങ്കിൽ പീച്ച്, ബീൻസ്, നട്ട്സ്, സീഡ്സ് ഇതിലൊക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ വേണ്ടി സാധാരണത്തിലധികം സമയം എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡയറിയ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലോ ഫ്രീക്വൻ്റ് ആയിട്ട് തുടർച്ചയായിട്ട് ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എന്ത് തന്നെ ചെയ്തിട്ടും മുടി കൊഴിച്ചിൽ മാറുന്നില്ല, അകാരണമായിട്ട് മുടി നമുക്കൊരു 50-100 മുടിയിലേക്കാൾ കൂടുതലായിട്ട് ഒരു ദിവസം കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിങ്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണേ. അപ്പോൾ സിങ്ക് നോർമൽ അല്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള സപ്ലിമെൻറ്റോ ഫുഡിൽ വ്യത്യാസങ്ങൾ വരുത്തുകയോ ഒക്കെ തന്നെ ചെയ്യേണ്ടി വരും. രോഗപ്രതിരോധ ശേഷി മികച്ചതാക്കുന്നതിനും അതുപോലെ ചർമ്മത്തിൻ്റെയും മുടിയുടെയും ഒക്കെ ആരോഗ്യത്തിനും പ്രധാനപ്പെട്ട ഒരു ധാതുവാണ് സിങ്ക് എന്നുള്ളത് മനസ്സിലായില്ലേ? ശരീരത്തിലെ നിരവധി പ്രവർത്തനങ്ങൾക്ക് ഈ മൂലകം ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ രോഗപ്രതിരോധ പ്രവർത്തനം മുതൽ മുറിവ് ഉണക്ക തുടങ്ങി ഒരുപാടേറെ കാര്യങ്ങളിൽ പങ്കുവഹിക്കുന്ന ഒന്നുകൂടിയാണ് സിങ്ക്. സിങ്കിൻ്റെ അഭാവത്തിന് നമുക്കിതിൻ്റെ പ്രത്യാഘാതത്തെക്കുറിച്ച് ഭൂരിഭാഗം ആളുകൾക്കും അത്ര തന്നെ കാര്യമായ അറിവില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളിതിനെ നിസാരമായിട്ട് കാണുന്നത്. സിങ്കിൻ്റെ കുറവിൽ ലക്ഷണങ്ങളൊക്കെ തന്നെ പരിഹരിക്കാനും ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ഒക്കെ തന്നെ ഈ സിങ്ക് സപ്ലിമെൻറ്റുകൾ ചില സമയത്ത് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. ശരീരത്തിൽ സിങ്കിൻ്റെ അഭാവമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരുപാടേറെ ലക്ഷണങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് വെച്ചുകൊണ്ടിരിക്കരുത്. ഉടനെ തന്നെ ഒരു ഡോക്ടറെ പോയി കണ്ട് കൺസൾട്ട് ചെയ്ത് സപ്ലിമെൻ്റ് എടുക്കാൻ ശ്രമിക്കുക. ഡയറ്റിൽ വ്യത്യാസങ്ങൾ വരുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണെന്ന് വിചാരിക്കുന്നു. കണ്ടു കഴിഞ്ഞാൽ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.